ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പം ഇന്നും ഒരു യുണൈറ്റഡ് ട്രാൻസ്ഫർ ന്യൂസാണ്. ഓൾമോസ്റ്റ് ഒരു കാർലോസ് ബലേബ ടു മാൻ യുണൈറ്റഡ് എന്നുള്ള രീതിയിലുള്ള റൂമേഴ്സ് ഡേവിഡ് ഓൺസ്റ്റീൻ പൊട്ടിച്ചിരിക്കുകയാണ്. അത് റൂമറല്ല, അതൊരു ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനിക്കൊന്ന് ഇൻറ്റൻറ്റാണ് ബൈ ചെയ്യുന്നത്. എനിക്കൊന്ന് വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ശരിക്കും ഒരു വീഡിയോ ചെയ്യാനിരുന്നത് നമ്മുടെ പ്രീ സീസൺ പ്രമാണിച്ച് ഈ ട്വിറ്ററിലും ഒക്കെ കൂടെ എല്ലാവരും കൂടെ ഇട്ട് ഓടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ യുണൈറ്റഡ് ഫാൻസിന്. അതിനെയൊക്കെ കുറച്ച് ഒന്ന് നമ്മൾ തന്നെ തിരിച്ച് നമ്മളെ തന്നെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ എടുക്കാൻ നിന്നതാണ്. അപ്പം ബലേബയുടെ കാര്യം തന്നെ പറഞ്ഞു തുടങ്ങാം. ബലേബ ഞാൻ ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലേബ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഹാപ്പിയാണ്. കാര്യം ചൂമിനി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ, പക്ഷേ ചൂമിനി ഒബ്വിയസ്ലി മാർക്കറ്റിൽ പോലും അവൈലബിൾ അല്ല. എങ്കിലും ചൂമിനി കഴിഞ്ഞാൽ എൻ്റെ ചോയ്സ് ബലേബയാണ്. കാര്യം നമുക്കിപ്പം ബലേബ പ്രൊഫൈൽ പോലത്തെ ഒരു പ്ലെയറിനാണ് വേണ്ടത്. ഇപ്പോൾ കസമീറോ ടു ടേക്ക് റീപ്ലേസ്മെൻറ്റ് മാത്രമല്ല, ബലേബ എന്ന് പറയുന്നത് ബോൾ വിൻ ചെയ്യുകയും ചെയ്യും, ഇത്രത്തോളം വർക്ക് റേറ്റും പണിയെടുക്കും. ഗ്രൗണ്ട് ഈറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, ഗ്രൗണ്ട് ഈറ്റിംഗ് മിഡ്ഫീൽഡർ വേണം, അതിനൊരു വലിയ എക്സാമ്പിളാണ്. അപ്പോൾ ആൾക്കാർ അതിനകത്ത് ഭയങ്കര കൺസേൺഡ് ആയിട്ട് പറയുന്നത് കഴിഞ്ഞ സീസണിൽ അവൻ്റെ ഫോമും അതിന് മുന്നത്തെ സീസണിൽ നമുക്ക് എല്ലാവർക്കും യൂട്യൂബ് ഹൈലൈറ്റ്സ് ആയിക്കോട്ടെ, കളികൾ കാണുന്നവരായിക്കോട്ടെ, ബലേബ വാസ് സോ ഗുഡ് കഴിഞ്ഞ മുന്നത്തെ സീസൺ. അതുകൊണ്ടാണ് അവന് 100 മില്യൺ പ്രൈസ് ടാഗ് പറഞ്ഞ് നമ്മൾ മേടിച്ചില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ്റെ കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ യുണൈറ്റഡിലാണ് അവൻ ത്രൂ ഔട്ട് നിന്നത്. അത് വലിയൊരു കാര്യമാണ്. അവൻ്റെ ഒന്നെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ പറയാം, എന്താ അവൻ യുണൈറ്റഡ് ലിങ്ക്സ് വന്നുകൊണ്ട് ബ്രൈറ്റണിൽ കളിക്കാനുള്ള ഒരു ത്വര നഷ്ടപ്പെട്ടെന്നോ, അല്ലെങ്കിൽ അവൻ വലിയ ക്ലബിൻ്റെയൊക്കെ കണ്ണുകളിൽ പെട്ടു എന്ന് കണ്ടപ്പോഴത്തേക്കും അവന് ഒരു ത്വര നഷ്ടപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം. പക്ഷേ ഇതിൽ മെയിൻ സാധനം ബലേബ ഓൾവേസ് വാണ്ടഡ് യുണൈറ്റഡ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പം വേറൊരു വലിയ ക്ലബ്ബ് വന്നിട്ട് വിളിച്ചാൽ പോലും പോവില്ല, കാര്യം യുണൈറ്റഡ് ആണ് അവന് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സിനാണ് നമ്മൾ ത്രൂ ഔട്ട് വാങ്ങുന്നത്. അത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇറ്റ്സ് എ വെരി ഗുഡ് ക്വാളിറ്റി ഓഫ് ദ ബോർഡ്, അങ്ങനത്തെ ആൾക്കാരെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. സോ ബലേബ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പം പുള്ളി ഇഞ്ചേർഡാണ്, 2-3 ആഴ്ച എന്തായാലും അവൈലബിൾ ആയിരിക്കില്ല. ട്വിറ്ററിൽ ഓൾറെഡി കുറച്ച് ട്രോൾ ഓടുന്നുണ്ട്, എഡേഴ്സനെ മെഡിക്കലി ഫിറ്റായില്ലെന്ന് പറഞ്ഞ് വിട്ടിട്ട് ഇത് കാണുന്ന എഡേഴ്സൺ, അതായത് ഇഞ്ചുറി ആയിട്ട് കിടക്കുന്ന ഒരാളെ. എനിക്കൊന്ന് പുള്ളിക്ക് ബലേബയ്ക്ക് കഴിഞ്ഞ വർഷത്തെ എൻഡ് തൊട്ട് ഈ സീസൺ തുടക്കം വരെ 3 ഇഞ്ചുറീസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അത്ര വലിയ ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആയിരുന്നില്ല. പക്ഷേ അതൊരു കൺസേണിങ് ഫാക്ടറാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു മിഡ്ഫീൽഡ് റീബിൽഡ് തന്നെ പറയാം. ആന്ദ്രേ സാൻഡോസ്, ടീലിമാൻസ്, ബലേബ വരുന്നെങ്കിൽ ബലേബ, ഇതെല്ലാം കൂടെ ഒരു ഓൾമോസ്റ്റ് 150 മില്യണിൽ നമ്മൾ ചെയ്തു എന്നുള്ളത് ബോർഡിന് അഭിനന്ദനാർഹമാണ്. കാര്യം എലിയറ്റ് ആൻഡേഴ്സൺ പ്ലസ് 30 മില്യനാണ് ഞാൻ പറഞ്ഞ പൈസ. നമ്മൾ മിഡ്ഫീൽഡ് റീബിൽഡ് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഈ ബോർഡ് നെഗോഷിയേഷൻസിലും ഇതെവിടെ സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പിശുക്കെന്ന് നിങ്ങൾ വിളിച്ചാലും ഈ ഒരു ഇൻഫ്ലേറ്റഡ് മാർക്കറ്റിൽ, ഈ വൃത്തികെട്ട മാർക്കറ്റിൽ നല്ല രീതിയിൽ നമ്മൾ 150 മില്യൺ ആൾക്കാരെ മേടിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഓക്കെ, അത് വലിയ കാര്യം തന്നെയാണ്. അത് നെഗോഷിയേഷൻ സ്കിൽസിൻ്റെ കാര്യം തന്നെയാണ് കാണിക്കുന്നത്. അത് ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ യുണൈറ്റഡ് ഫാൻസിനോട് എനിക്ക് ചില മാൻ യുണൈറ്റഡ് ഫാൻസിന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഫ്രസ്ട്രേഷനൊക്കെ ആവാം, ഓക്കെ, ബോർഡ് മേടിക്കുന്നില്ല, അതൊക്കെ ബോർഡിനെയൊക്കെ പ്രഷർ ചെയ്യുക, അതൊക്കെ ഒബ്വിയസ്ലി ഇതാണ്. പക്ഷേ റൂമറുകൾ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നിട്ട് കരയുന്നത് എന്തിനാണ്? അതായത് റൂമർ കേട്ടാൽ ഹാപ്പി ആവുമോ? അതായത് 31-ാം തീയതി അല്ലെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ തീരുന്ന 2-ാം തീയതിയോ അതുവരെ കുറേ റൂമറുകൾ കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പിയാണോ? അത് എന്തോ എനിക്കറിയില്ല. യുണൈറ്റഡ് പിക്ചറിലേ ഇല്ല എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നതാണോ എനിക്കറിയില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലബിൻ്റെ സൈഡിൽ നിന്ന് മാറേണ്ട സാധനമായിട്ട് എനിക്ക് ആലോചിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും കളിയാക്കി പറയുന്ന കാര്യമാണ്, നമുക്ക് പിന്നെ ട്രാൻസ്ഫർ വിൻഡോ ആകുമ്പോഴത്തേക്കും 100 പ്ലെയേഴ്സ് 200 പ്ലെയേഴ്സ് നമുക്ക് ലിങ്ക്ഡ് ആവുമല്ലോ. എപ്പോഴും യൂഷ്വലി ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്താണ്, ഇപ്പം ഞാൻ ഇന്നൊരു ക്ലബ്, ഇപ്പോൾ ന്യൂകാസിലൊരു പ്ലെയറിനെ ന്യൂകാസിലിന് വിൽക്കണമെങ്കിൽ നൈസായിട്ടൊരു ലിങ്ക് അങ്ങ് വിട്ടുകൊടുക്കും. യുണൈറ്റഡ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദിസ് പ്ലെയർ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും വേറെ അതൊന്ന് പുഷ് ചെയ്യാനാണ് ആ ട്രാൻസ്ഫർ. വേറെ ആരെങ്കിലും അപ്പം പെട്ടെന്ന് ഓടി വന്നാൽ യുണൈറ്റഡിന് കൊടുക്കേണ്ട നമുക്ക് എന്നുള്ള രീതിയിൽ ലിങ്കുകൾ ചുമ്മാ യുണൈറ്റഡിന് ഇട്ടുകൊണ്ട് കൊടുക്കുന്നത് വേറെ ടാർഗറ്റുകൾക്കുള്ള ബെയിറ്റ് ആയിട്ടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ക്ലബിൻ്റെ പേര് ഉപയോഗിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, വലിയ ക്ലബ്ബാണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്ന രീതികളിലുള്ള സാധനം പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ആ റൂമറുകളിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഭയങ്കര രീതിയിൽ സമയം കളയുന്ന പരിപാടിയില്ലേ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇപ്പം യുണൈറ്റഡ് എന്ന് പറഞ്ഞ സാധനം ട്വീറ്റ് ചെയ്താലോ അതിൻ്റെ ന്യൂസ് കൊടുത്താലോ നമുക്ക് അത്ര വലിയ ഫാൻ ബേസ് ഉണ്ട്, വലിയ ഫാൻ ബേസാണ്. അപ്പം അത് എന്ന് പറയുന്ന ഒരു ക്ലിക്ക് ബെയ്റ്റ് ആയിട്ടോ അവർക്ക് ആ ന്യൂസ് സെല്ല് ചെയ്യുന്നതിനായിട്ട് നമ്മളെ ഉപയോഗിക്കുകയാണ്. അത് നമ്മളെന്താണ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളെ ഉപയോഗിക്കുകയാണ് ടെക്നിക്കലി അവർ. അപ്പം നമ്മുടെ ഈ ക്ലബിനോടുള്ള ഇഷ്ടത്തിനെ ഇവർ റവന്യൂ ആക്കി മാറ്റുകയാണ്. ഈ റൂമറുകളൊക്കെ വെറുതെ ഇട്ടുണ്ട്, നമ്മൾ വെറുതെയാണ് അതിൽ പോയി തലയിടുന്നത്. ഇപ്പം തന്നെ കാർലോസ് ബലേബ പെട്ടെന്ന് തന്നെ സാധനം വന്നിട്ടില്ലേ, ഈ ടീലിമാൻസിൻ്റെയും സാൻഡോസിനെയും ഒന്നും അറിയാതെ തന്നെ നടന്നത് എനിക്ക് ഭയങ്കര വലിയ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്, അക്കോർഡിംഗ് ടു മീ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അപ്പോൾ റൂമേഴ്സ് അല്ല നമ്മുടെ ഇത് വേണ്ടത്, മനസ്സിലായി?
ഇപ്പോൾ ഫാൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ ഒരു കാര്യം റൂമേഴ്സ് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് കംപ്ലയിൻറ്റ്സ് വരുന്നത് ഒന്ന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ട്രാൻസ്ഫർ വിൻഡോ കഴിയുന്നവരെ ഞാൻ ബോർഡിന് ടൈം കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ കിടന്ന് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സാധനങ്ങൾ വരും. ഇപ്പോൾ ലെഫ്റ്റ് ബാക്ക് നോക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർ പറയുന്നു ബലേബേനെ ചിലപ്പോൾ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ജെനുവിൻലി ഒരു ലെഫ്റ്റ് ബാക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആൾക്കാർ പറയുന്നത് സ്ട്രൈക്കർ, എനിക്ക് സ്ട്രൈക്കറിനേക്കാളും CB വന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഒന്നാലോചിക്കുമ്പോഴത്തേക്ക് ഹെവനെയും യോറോനെയൊക്കെ നമ്മൾ ഫ്യൂച്ചറത്തേക്ക് മേടിച്ചു എന്ന് പറഞ്ഞാൽ എന്നാണ് ആ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ അറിയില്ല. അപ്പോൾ അവർക്കൊരു ഫസ്റ്റ് ടീം എക്സ്പീരിയൻസ് കുറേ കിട്ടേണ്ട ഒരു സീസണാണിത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രൈക്കറിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ അതൊന്നും എനിക്കറിയില്ല. ഒരു ലെഫ്റ്റ് ബാക്ക് വരുമെന്ന് എൻ്റെ മനസ്സിപ്പോഴും പറയുന്നു. സോ അതിന് സമയം കൊടുക്കുക, ബോർഡിന് സമയം കൊടുക്കുക. ഇറ്റ്സ് നോട്ട് ഓവർ. ആകെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ സീസൺ കിട്ടിയില്ല ഈ ലെഫ്റ്റ് ബാക്കിനെ വെച്ച് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഇത്ര ലേറ്റ് ആയതെന്ന് പറയുന്നത് ഒരു ബാഡ് തിങ് ആണ്. പക്ഷേ ഈ മാർക്കറ്റിൽ ഇങ്ങനത്തെ നെഗോഷിയേഷൻസ് ഒക്കെ ചെയ്ത് വെൽ സ്പെൻഡ് മണി ആക്കിയതിന് ഐ എം വെരി മച്ച് ഹാപ്പി.